ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഹാർഡ്വെയർ റോബോട്ടിക്സ്. അപ്പോൾ ഇന്നലെ ഞാൻ ഒരു പ്രിൻ്റ് കൊടുത്തിരുന്നു. അത് 2 പോസ്റ്റ് കിട്ടി, കറണ്ടും പോയി, ഫിലമെൻറ്റും തീർന്നു. സോ ഇന്ന് ഞാനത് റെസ്യൂം കൊടുത്തപ്പോൾ അത് പുതിയ ഫിലമെൻറ്റ് ലോഡാകുന്നുമില്ല. അങ്ങനെയാണ് ഞാൻ ഒരു മാനുവലായിട്ട് എക്സ്ട്രൂഷൻ കൊടുക്കാൻ നോക്കിയത്. അപ്പോൾ 170 ഡിഗ്രി ആക്കി നോസിൽ ഹീറ്റ് ആയാലേ നമുക്ക് എക്സ്ട്രൂഷൻ നടക്കത്തുള്ളൂ. സോ 170 ഡിഗ്രി കൊടുത്തു. സോ അത് ചൂടായി 170 ഡിഗ്രി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എക്സ്ട്രൂഡ് ചെയ്ത് നോക്കാം. സോ ഞാൻ എക്സ്ട്രൂഷൻ കൊടുത്തു. ടൂൾ ഹെഡിൻ്റെ അവിടെ മോട്ടർ കറങ്ങുന്നുണ്ട്, പക്ഷേ ഫിലമെൻ്റ് ഒന്നും പുറത്തോട്ട് വരുന്നില്ല, എക്സ്ട്രൂഡ് ആകുന്നില്ല. സോ നമ്മുടെ അടുത്ത പണി എന്ന് പറയുന്നത് ഫിലമെൻ്റ് എല്ലാം ലോഡ് ചെയ്തിരിക്കുന്ന ഓക്കെ ആണോ നോക്കുക. അവിടെ പ്രശ്നമൊന്നുമില്ല. ടൂൾ ഹെഡിൻ്റെ മണ്ടയിലും നോക്കി, വേറെ ട്യൂബിൻ്റെ ഇടയ്ക്ക് സ്റ്റക്കോ ഒന്നും കാണുന്നില്ല. നമ്മളെല്ലാം നോക്കി. ഇനിയിപ്പോൾ പുതുതായിട്ട് ലോഡ് ചെയ്ത ആ ബ്ലാക്ക് ഫിലമെൻറ്റ് A2-ലുള്ളത് ഒന്ന് അൺലോഡ് ചെയ്യുക. കാരണം അൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ കാണിക്കുന്നുള്ളൂ. ദാറ്റ് മീൻസ് ഞാൻ ഓട്ടോമാറ്റിക്കലി ലോഡ് ചെയ്തപ്പോൾ റെസ്യൂം അടിച്ചപ്പോൾ പകുതി ലോഡായി നിന്നിരുന്നു. സോ അതുകൊണ്ടാണ് അൺലോഡ് ഓപ്ഷൻ മാത്രം കാണിച്ചത്. ഇപ്പോൾ അത് അൺലോഡ് ആവുന്നുണ്ട്. സോ ഇറ്റ്സ് വർക്കിംഗ് ഗൈസ്. നിങ്ങൾ കണ്ടോന്ന് അറിയത്തില്ല, നമ്മുടെ AMSലെ ഓട്ടോമാറ്റിക് മെറ്റീരിയൽ സിസ്റ്റത്തിലെ മോട്ടറുകൾ റിവേഴ്സ് കറങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫിലമെൻറ്റ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്, അൺലോഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലോഡ് ഓപ്ഷൻ കിട്ടി. ഇനി നമുക്ക് ആ ഫിലമെൻറ്റ് ലോഡ് ചെയ്യാം. സോ ലോഡ് ചെയ്യാനായിട്ട് നോസിൽ ഹീറ്റ് ആകണം, അതിനെ വെയിറ്റ് ചെയ്യാം. സോ ഗൈസ്, നമ്മുടെ നമ്മുടെ മോട്ടർ പുള്ള് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഉള്ളിലേക്ക് നമ്മുടെ ടൂൾ ഹെഡിലെ മോട്ടറും വർക്ക് ചെയ്ത് തുടങ്ങി. സോ ഗൈസ്, നമ്മുടെ ക്ലോഗ് ചെയ്ത വൈറ്റ് ഫിലമെൻ്റ് ഇതേ എക്സ്ട്രൂഡ് ആയിട്ടുണ്ട്. സോ സക്സസ് ആയി ഗൈസ്, സക്സസ്. ഓക്കെ, വൈറ്റ് ഫിലമെൻ്റ് നല്ല സ്മൂത്തായിട്ട് തന്നെ എക്സ്ട്രൂഡായി വരുന്നുണ്ട്. സോ ഇനി ബ്ലാക്കും കൂടെ കണ്ടിന്യൂറ്റി കിട്ടി കഴിഞ്ഞാൽ ഓക്കെ, ബ്ലാക്കും വന്നു ഗൈസ്. കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയത്തില്ല. നമ്മുടെ മോട്ടറും സക്സസ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. AMSലെ പുള്ള് ചെയ്ത്